നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിന് ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കാം. രമേശ് പിഷാരടി പറഞ്ഞ 2-3 കൊല്ലം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വേണ്ട 2 മാസം കൊണ്ട് അകലെ തെളിയിച്ചു. അനന്ത പ്രയാസം. ഇലക്ഷൻ സമയത്ത് പല ആൾക്കാരും ചോദ്യം, ഈ അഖിൽമാരാർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എന്താ യോഗ്യത? അഖിൽമാരാർ ഇന്നത്തെ അല്ല നാളത്തെ മറ്റന്നാൾ 2 കൊല്ലം കഴിയട്ടെ എന്ന് പറഞ്ഞു. 2 മാസം കഴിയുമ്പോൾ അഖിൽമാരാർ നിലപാട് മാറ്റാണ്. ഞാനൊന്ന് കിടക്കട്ടെ. താൽക്കാലിക നേട്ടത്തിനും സീറ്റ് കിട്ടാനും വേണ്ടി അഖിൽമാരാർ കളിക്കുന്ന കളിയും ഗാന്ധി തമ്മിൽ കമ്പയർ ചെയ്യൽ അഖിലാണ്. എന്റെ മുമ്പ് പോയി തൂങ്ങിച്ചത്. ഞാനൊരു കാര്യം ഗാന്ധിയെ കമ്പയർ ചെയ്യൽ ഞാൻ പറഞ്ഞത്, ഗാന്ധിയെ കമ്പയർ ഈ ലോകത്ത് മര്യാദ വേണ്ടേ? ഒരു മര്യാദ വേണ്ട, ആദ്യം അവനെടുത്ത് വിളിക്കണം. ഞാൻ എന്നെ ഗാന്ധിയായിട്ട് കമ്പയർ ചെയ്തല്ലോ. അവനെന്താ പറയുന്നത്? നിങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞ് ശരിയാവില്ല കേട്ടോ. സ്ഥിരത വേണം, സ്ഥിരത. നിങ്ങൾ എന്നോട് ഒരിക്കൽ ചോദിച്ച ചോദ്യത്തിന് ഞാൻ അന്ന് നൽകിയ ഉത്തരം തന്നെ ആയിരിക്കില്ല ഞാൻ പിന്നീട് നൽകുന്നത്. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, എന്റെ നിലപാട് സത്യത്തിനൊപ്പമാണോ എന്ന് മാത്രം നിങ്ങൾ പരിശോധിച്ചാൽ മതി. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. അച്ഛൻ, അമ്മ ചൂണ്ടിക്കാണിച്ചാളോ നമ്മുടെ അച്ഛൻ, അത് നമ്മൾ മാറ്റും. അമ്മ മാറ്റില്ല. കാരണത്തിനാല് പെടകൊള്ളാത്തതിന്റെ വിവരക്കെടാതാണ് ഈ പറയുന്നത്. അമ്മ ഇതല്ല നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ മതി. കുട്ടി പറഞ്ഞാലും കാര്യമുണ്ട്. അമ്മ എന്ന് പറയുന്നു അന്ന് നീ മാറ്റി പറയും. DNA ടെസ്റ്റ് നടത്താൻ നിൽക്കുവോ? മംഗലശ്ശേരി മാധവമേനോൻ എന്റെ അച്ഛനാന്നും പറഞ്ഞ് നീലകണ്ഠൻ നിങ്ങൾ അഹങ്കരിക്കും. ഒരു ഇന്റർവ്യൂവിന് ഒരു ഉദ്ഘാടനത്തിന് 5 ലക്ഷം രൂപ മേടിച്ചുകൊണ്ട് സുഖമായി ജീവിക്കാം. എനിക്ക് പിണറായി വിജയനെ പറയേണ്ട ഒരു കാര്യമില്ല. അന്ന് മാർക്കറ്റ് ഉണ്ടായിരുന്ന പിണറായി വിരുദ്ധ. ഞാൻ പിണറായി വിരുദ്ധത മാർക്കറ്റ് ഉണ്ടായിരുന്ന പിണറായി വിരുദ്ധ. കള്ളത്തറൊന്നും പറയണ്ട.